നമസ്കാരം, ഹേ അക്കുവിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളിപ്പോൾ കൊട്ടാരക്കര വരെ വന്നേക്കുവാണ്. കൊട്ടാരക്കരയിൽ ഞങ്ങളുടെ സിബിനുണ്ടല്ലോ, സിബിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ നമ്മൾ അവന് വേണ്ടി ഒരു ഗിഫ്റ്റ് മേടിക്കാനായിട്ട് ഞാനും അതുപോലെ തന്നെ ജിബിൻ അച്ചാച്ചനും ഞങ്ങൾ രണ്ടുപേരും വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കും. അപ്പോൾ കൊട്ടാരക്കര ടൗൺ ആയില്ലേ വെച്ചാൽ ഭയങ്കര ബ്ലോക്ക്. ഇത് കാണാമല്ലോ, ഇതാണ് കൊട്ടാരക്കരയുടെ അവസ്ഥ. ഇങ്ങനെയാണ് ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ ഒരു ബ്ലോക്ക് അനുഭവപ്പെടും. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് കേക്ക് കട്ടിങ് ഉണ്ട് കേട്ടോ. സിബിൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ചിരുന്നൊരു കേക്ക് കട്ടിങ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എത്ര മണിക്ക്? 8:30 എന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ 8:30 തന്നെ തുടങ്ങും. അപ്പോൾ അതിനു മുമ്പ് ഞങ്ങൾ പോയി നമ്മുടെ അവന് വേണ്ടി ഒരു ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ നേരെ അവൻ്റെ വീട്ടിലോട്ട് പോകും. അപ്പോൾ തുടർന്നുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് റെക്കോർഡ് ചെയ്യാം. ഞങ്ങൾ കൊട്ടാരക്കര ഉണ്ട്. കേക്ക് ഞങ്ങൾ പിക്ക് ചെയ്താൽ മതി ഇവിടുന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ സിബിന് വേണ്ടി ഗിഫ്റ്റൊക്കെ നമ്മൾ മേടിച്ച് ഞങ്ങൾ കൊട്ടാരക്കര തിരിച്ച് വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. നമ്മളിവിടെ മുട്ടമ്പലം അടുക്കാറെ. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ നേരെ വീട്ടിൽ പോവാം. വീട്ടിൽ പോയിട്ട് ഏട്ടത്തിനെ പിക്ക് ചെയ്തുകൊണ്ട് ആയിരിക്കും ഞങ്ങൾ സിബിൻ്റെ വീട്ടിൽ പോകും. അതിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഏട്ടത്തിനെയും പിക്ക് ചെയ്തുകൊണ്ട് ഞങ്ങൾ നേരെ സിബിൻ്റെ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ തുടർന്നുള്ള വിശേഷങ്ങളൊക്കെ ഞങ്ങൾ അവിടെ ചെന്നിട്ട് നിങ്ങളെ കാണിക്കാം. ഓക്കെ, അപ്പോൾ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ നേരെ സിബിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. ഏട്ടത്തിനെ പിക്ക് ചെയ്തു. ഏട്ടത്തി ഒരു ഹൈ ഒക്കെ കൊടുത്തു. ഓക്കെ, ജിബിനെ വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പം നേരെ സിബിൻ്റെ വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സിബിൻ്റെ വീട് കേട്ടോ. ഇതാണ് സിറിൽ. ഞാൻ ഇന്നലെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഈ സിറിലിൻ്റെ അനിയനാണ് കേട്ടോ സിബിൻ. ഞാൻ അത് പറയാൻ മറന്നുപോയി. അതുകൊണ്ട് എല്ലാ എണ്ണം ഉണ്ടല്ലോ. മുണ്ടെടുത്ത റോബി. അതെ, കിട്ടിയല്ലോ. എത്ര വയസ്സാടാ നിനക്ക്? 23. 23 കള്ളം പറയല്. 23 കേട്ടോ, 24 വയസ്സായി. കിളവനായി നമ്മൾ ചേരുന്നുണ്ട് കേട്ടോ. ഇത് എന്താ പറയുക, ജിബിൻ അച്ചാച്ചൻ്റെ സെലക്ഷൻ ആയിരുന്നു. ഞാൻ ഇതൊരു സെലക്ഷൻ വന്നു. എനിക്ക് ഷർട്ടിനെ പറ്റി വലിയ ധാരണയില്ല മക്കളെ. അപ്പോൾ ജിബിൻ അച്ചാച്ചൻ്റെ സെലക്ഷൻ ആയിരുന്നു ഇത്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇച്ചിരി കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്താൽ മതി, സാധനം കിടിലുമായിരിക്കും. അപ്പോൾ നാളെ അടുത്ത ആഴ്ച മര്യാദയ്ക്ക് ഇത് പള്ളി ഇട്ടുണ്ടോ എന്നാണ്. ഇല്ലെങ്കിലും ഉണ്ടല്ലോ നിൻ്റെ സെറ്റാക്കി കേട്ടോ. ഓക്കെ, മൊത്തം കേക്ക് വന്നോ? അപ്പോൾ ഇതാണ് റോബിൻ, ഇതാണ് നമ്മുടെ കേക്ക്. ഓ, ഇവിടെ കൊള്ളടാ. ഇതേതാടാ? മാംഗോയോ? ഓ, പൊളി 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 ക്ലാസ് സാധനം. മെഴുകുതിരി നമ്മൾ ഊതത്തൊന്നും ഇല്ല. നമ്മൾ ഊതാതെ ഒയ്യോ എൻ്റെ അമ്മ പൊളി. ഓ, ഇത് നൈസ്. ചീട്ടി. ഇതാണ് ഞങ്ങളുടെ സിബിന്റെ മമ്മി കേട്ടോ. സിബിന്റെ മമ്മി പായസമൊക്കെ ആയിട്ട് വന്നേക്കാണ്. ഇതാണ് ഞങ്ങളുടെ സോഫി ചേച്ചി. ഇതാണ് സോഫി ചേച്ചിയുടെ കുഞ്ഞ്. അതാണ് ഞങ്ങളുടെ മാളു ചേച്ചി. അതാണ് ഹെൽവിന്. ഹെൽവിന്റെ അനിയന് ഡെറിക്ക്. എല്ലാവരും ഉണ്ട് ഇവിടെ. എല്ലാവരും റെഡിയായിട്ട്. ഒരു നൈഫും കൂടെ. എന്താ നിനക്ക് അങ്ങനെ വയസ്സ് കൂടെ എഴുതി വെക്കായിരുന്നു. ഇവന് ഓരോ മണിക്കൂർ ഒരു വയസ്സ് വെച്ച് കുറഞ്ഞോണ്ടിരിക്കുക. നമ്മളും ഒരു പ്രായവും നമ്മളെ കൂടെ ഒരു വയസ്സ് ഇളയതാണ്. അങ്ങനെ ജിബിനച്ചൻ പ്രാർത്ഥിക്കാൻ പോവാണ് സുഹൃത്തുക്കളെ. സോഫി ചേച്ചി പ്രാർത്ഥിക്കും. ഒന്നുമില്ലായ്മയിൽ നിന്നെ
പ്രാർത്ഥന കേട്ടതിനാൽ നന്ദിയോടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ഇവനെ അവൻ വല്ലതെന്തോ എടുക്കുക ഈ റോബിനെ അവൻ വല്ലതെന്തോ എടുക്കുക എടാ കള്ള അങ്കിളിന് ഷുഗർ ഇല്ല, അതുകൊണ്ട് അങ്കിൾ ഒരു കേക്ക് എക്സ്ട്രാ കഴിക്കാമെന്ന്. പിന്നെ അല്ല, ആര് എടോ അച്ചുവേ ഇത് വിരിഞ്ഞിരിക്കുന്നു. ജസ്റ്റ് പതിവിലും വിരിഞ്ഞു ഇറങ്ങാൻ ഇന്ന്. ഇവന് കിട്ടി, ഹെൽവിന് ഒരു തട്ട് കിട്ടിയായിരുന്നു. എല്ലു നല്ല കളിയായിരുന്നു. നീ എടാ 2 ഗോൾ അടിച്ചില്ലായിരുന്നോ? എൽവിന്റെ ഗോളായിരുന്നു നിർണായകമായ ഗോൾ. 3 ഗോൾ അടിച്ചപ്പോഴത്തേക്ക് അവന്മാർ തളർന്നു. ആദ്യത്തെ ഗോളിൽ തളർന്നു. അല്ല, ആദ്യത്തെ ഗോളിൽ പിന്നെ ഡിഫൻസ് സ്ട്രോങ് ആയിരുന്നു. ഡിഫൻസ് 25 വയസ്സായ സിബിനെ നിനക്ക് എന്തോ പറയാനുള്ളത്? 22 വയസ്സ്. എടാ പോടാ. 22 നേരത്തെ 23 ആയിരുന്നടാ. 1 മണിക്കൂർ ഇപ്പൊ 22 വയസ്സ്. ഇവൻ ഞങ്ങളെക്കാൾ 1 വയസ്സുള്ള, അതെനിക്കറിയാം. ഞങ്ങക്ക് 25 ഉണ്ട്, എനിക്ക് 24 വയസ്സുണ്ടാ. കൈയെല്ലാം കൂടെ നീരടിച്ച് എടാ വീഡിയോ ഇപ്പോഴും ഉണ്ട്. ആ വീഡിയോ ഇപ്പോഴും ഉണ്ട്. നീ അമത്തി അടിച്ച് അവൻ കിടന്ന് കരയാൻ. ഈ ഒരു അവസരത്തിൽ കൊച്ചുകൂട്ടനെ ഞങ്ങൾ ഓർക്കുന്നു. കൊച്ചുകൂട്ടനെ നിന്റെ അല്ലേ ബർത്ത്ഡേ? അപ്പൊ നീ അല്ലേ ഹൈലൈറ്റ്? ഞാൻ പറഞ്ഞു. എന്തോ നീ പറഞ്ഞു? പ്രായം അതെന്നെ. എനിക്ക് വേണ്ടി എന്റെ അടിമ സംസാരിക്കും.
അങ്കിളിനെ ഞാൻ എടുക്കും അങ്കിളെ. അങ്കിള് കൈ എന്താടാ ഇത്? നീ എവിടന്നൊക്കെ ഇവൻ കുറച്ച് ദുശീലങ്ങള് പഠിച്ചു വെച്ചിട്ടുണ്ട്. പൂവൊക്കെ പ്രായമായി ഞങ്ങള് ചെറുക്കന് പ്രായമായി. തലയെ കെട്ടെന്ന് പറയും പാടടാ, തലപ്പാവെന്ന് പറയും. തലയെ കെട്ടുന്ന തലപ്പാവ് എന്റെ അടുത്ത് നീ ഉയർന്നു. Happy birthday to you. Happy birthday. ജനിച്ച ഇത് എന്തുവാ? അതിനാണോ ഇത്? അമ്മാച്ചൻ പായസം കൊടുത്തോ? അമ്മാച്ചൻ പായസം കൊടുത്താല് കുഞ്ഞു കഴിക്കും. ആഹാ പായസം മിക്സ് ചെയ്ത് കഴിക്കുന്ന ഒരു അപൂർവ എന്താ പായസം പറ ജിൻച, എന്താ ഇതിന്റെ സ്പെഷ്യാലിറ്റി? ഒന്നുമില്ല, നമ്മൾ ഈ വെർമിസലി പായസം ഞാൻ പിന്നെ റിവ്യൂ എടുക്കാൻ ഉള്ളോ? അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോ. പായസവും അതുപോലെ തന്നെ മാംഗോടെ കേക്കും കൂടെ കഴിച്ചു നോക്ക്. അടിപൊളിയാ. എന്നാ ജിനിച്ചാൻ പറയുന്നു നിങ്ങളുടെ സ്വന്തം റിസ്കി കഴിക്കാം. സിറിലും പറഞ്ഞു കിടല് വന്നു. ആഹാ ചീട്ടിയ വേണോ? അമ്പടോ. നീയും ഇതാണോ ജിനിച്ചാന്റെ ആണോ നല്ല നീ കഴിച്ചിട്ട് പോണം. ഓടാ എണ്ണിക്ക എണ്ണം വെച്ച് എത്ര എണ്ണം കഴിച്ച്? എടാ നല്ല ഇവന്റെ നല്ല കേട്ടോ. ആരും ബർത്ത്ഡേക്കാരൻ നമ്മൾ അപ്പോൾ നമ്മുടെ സിവിന്റെ ബർത്ത്ഡേ പ്രമാണിച്ച് നമ്മളെല്ലാം ഇന്ന് ഡിന്നർ കഴിക്കാൻ പോകുന്നത് എവിടാടാ പോകുന്നത്? നമ്മളിന്ന് അടൂരാണ് പോകുന്നത് കേട്ടോ, അടൂര്. അപ്പോൾ തുടർന്നുള്ള വിശേഷങ്ങൾ നമ്മൾ അവിടെ റെസ്റ്റോറൻറ്റിൽ എത്തിയതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് വേഗം അങ്ങോട്ടങ്ങ് പോയിട്ട് വരാം.
അപ്പോൾ മക്കള് നമ്മളിവിടെ വന്നേക്കുന്ന അടൂർ ബൈപ്പാസിലാണ്. ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ട്. ഈ ഹോട്ടലിൻ്റെ പേരെന്തോ വെച്ചാൽ ജിനേശൻ ഇവിടെ കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ പേരില്ലാത്ത ഒരു പ്രത്യേകതരം ഹോട്ടലാണ്. അത്യാവശ്യം അടൂർ ബൈപ്പാസിലാണ് കേട്ടോ ഈ ഹോട്ടലുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഹോട്ടലാണ്. നമ്മളെല്ലാവരും ഉണ്ട്. നമ്മളെല്ലാവരും അടിച്ച് പൊളിക്കുകയാണ്. റെഡ് ടീ എന്നാണ് ഹോട്ടലിൻ്റെ പേര് കേട്ടോ. അത്യാവശ്യം നല്ലൊരു ഫുഡാണ്. ഞങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ കഴിച്ചിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ സിബിൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നേക്കുക. റോബിൻ ബർത്ത്ഡേ ബോയ് അത് ഇങ്ങനെ എടുത്താൽ മതി. ഇതാണ്ട് ഇങ്ങനെ എടുത്താൽ അങ്ങനൊന്നുമില്ല. അപ്പൊ പിന്നെ ജിനിച്ചാൻ്റെ അങ്ങോട്ടൊക്കെ വെച്ചേക്കാം. സ്ഥിരം വെച്ചേക്കാം. നിനക്ക് ആ ഫുഡ് കഴിക്കുന്ന ചവയ്ക്കുന്നതിന്റെ സൗണ്ട് അങ്ങനെ കറക്റ്റ് ജിനിച്ചാനോട് മൈക്ക് വെച്ചാൽ മെനോറ വക ഫയർ ഡാൻസോ ഒരു മുറി വട്ടപ്പെട്ട കാല് വെച്ച അടുത്ത വെപ്പിനാ. എടാ മതി കുഞ്ഞ മതി. സാമ്പാർ അല്ലാതെ എങ്ങനെ പഠിക്കുന്നേ? അത് പറയണി. മുതിർച്ച ഔട്ടുന്നത് കണ്ട് പഠിക്കുക. അവരോട് ഞാൻ ഉമ്മ ചോദിച്ച ആളെ കുട്ടികളി ഉടനെ മാറിക്കോളും. ഒരു കുട്ടി വരുമ്പോൾ കുട്ടികളി മോളെ ഈ അച്ഛന്റെ പേരെന്തോ മോളെ? ചിട്ടി. അച്ചു. മാമനോ? ഇതാണ് അമ്മാച്ച. റോണിയുടെ മുഖം അങ്ങ് മാറി. എന്താ ആസ്ഥാനത്തൊരു ഒരു ചുമച്ചത് ചുമച്ചത്? അത് കല്യാണം കഴിച്ചവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അയ്യോ യെസ്, നമ്മുടെ ഫുഡ് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്നാ വെച്ചാൽ ഹണി ചില്ലി അൽഫാമോ? ഇത് പെരി അൽഫാമാണ് കേട്ടോ. പെരി ദിസ് വൺസ് പെരി അൽഫാം. ഇതാണ് പെരി അൽഫാം കേട്ടോ. ആർക്കൊക്കെ പെരി അൽഫാം ആർക്ക് കിട്ടി? റോബിനെ അഭിപ്രായം പറയടാ. കഴിച്ചില്ലല്ലോ, കഴിക്കുന്നതിന് മുമ്പ് സൂപ്പർ. ഇതിപ്പോ 5-8 പേര് കയറുന്ന കടയിൽ ഇപ്പൊ കാലിയാക്കൂ. ഫോട്ടോ ഒന്നും ഇടണ്ട, ബർത്ത്ഡേ പോയി ഇങ്ങനെ വായും തുറന്നാടാ നീ മഹിഷടി. ഇവിടെ പോണ്ടോ? നാളെ ഒരു ദിവസം അവധി എടുക്കും. ലീവ് കിട്ടുമെന്ന് അറിയില്ല. രാവിലെ കെട്ടോ പറഞ്ഞ് ഉച്ചയ്ക്ക് ജോയിൻ ചെയ്ത നാളെ മിഠായി കൊണ്ടുപോകും. ആരെ അറിയിച്ചിട്ട് പോലും. ഓക്കെ, അപ്പോൾ ഞങ്ങളെന്നാ കഴിച്ചിട്ട് വരാം കേട്ടോ. ബൈ. അപ്പോൾ ഞാൻ ഫുഡ് പെട്ടെന്ന് കഴിച്ചു. ഇനി ഇവർ കഴിക്കാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുക. എങ്ങനെയുണ്ട് വെച്ചാൽ ഫുഡ്? ജെന്യുവൻ റിയാക്ഷൻ. എനിക്ക് കിട്ടിയ അൽഫാം നല്ല പെരി അൽഫാം. നെറ്റിക്കോ? അടിപൊളി, ഭയങ്കര ക്വാണ്ടിറ്റി. ഓക്കെ, നൈസ്. കാഴ്ച മൊത്തം ഞാനാ. സെറിൽ എങ്ങനെയുണ്ടായിരുന്നു? മാർവലസ്. അപ്പോൾ ഞാക്കി പറയുന്ന പോലെ ഉണ്ടായിരുന്നല്ലോ. ജെന്യുവൻ. ഓക്കെ. സിബിനെ? എനിക്ക് പൊറോട്ട ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് അത്യാവശ്യം നല്ല പൊറോട്ടയായിരുന്നു.
പക്ഷെ നല്ല ചൂട് പൊറോട്ട, അതുപോലെ തന്നെ എന്താ പറയുക നല്ല എന്തുവാ, അതുപോലെ തന്നെ നല്ല എരിവുള്ള ചട്നി ഉണ്ടായിരുന്നു. അത് നല്ലോണം കഴിച്ചു, നല്ല രസമുണ്ടായിരുന്നു. ഞാൻ പ്രകാശിന്റെ എടാ നീ എന്തോരം ഫഹദ് ഫാസിൽ വിളച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. മര്യാദക്ക് കഴിക്കാൻ നോക്ക്. കഴിച്ചോടാ. അപ്പോൾ ഇന്നത്തേന് ഇത്രയേ ഉള്ളൂ. അല്ല, ഇന്നത്തേന് ഇത്രയെന്ന് പറയാനൊന്നും പറ്റത്തില്ല. സോറി, ഇന്നത്തേന് ഇത്രയൊന്നും പറയാൻ പറ്റത്തില്ല. ഞങ്ങൾ ഇനിയിപ്പം മുമ്പോട്ട് ഇനി എന്താ പരിപാടി? നേരെ വീട്ടിൽ പോവാന്നോ? ഓക്കെ, അപ്പം നമ്മൾ പ്രത്യേകിച്ചൊന്നുമില്ല, നേരെ ഞങ്ങൾ മനുഷ്യനെ പേടിപ്പിക്കണോ? ഞാനല്ല കേട്ടോ, അതാണ്ട് എൻ്റെ രണ്ട് ഇദ്ദേഹമായിരുന്നു. സ്പ്രൈറ്റ് കുപ്പി ഗ്ലാസിനകത്ത് ഒഴിച്ചോ? സ്പ്രൈറ്റ് തന്നെ ആയിരുന്നു. എനിക്ക് കിട്ടിയ നല്ല ഫുഡായിരുന്നു. പിന്നെ ഇവർക്ക് അൽഫാമൊക്കെ കിട്ടി, 1-2 പീസൊക്കെ കുറച്ച് കരിഞ്ഞിരുന്നു. പക്ഷെ ബാക്കി എല്ലാ കാര്യങ്ങളെല്ലാം സെറ്റായിരുന്നു. ഇനി എന്താ, ഇനിയിപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ട് കുറച്ചിറക്കി നിന്നിട്ട് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ പോകും. ഇനി നമുക്ക് നാളെ കാണാം. നാളെ നമുക്ക് കുറച്ച് പരിപാടികളുണ്ട്. നാളെ നമുക്ക് അപ്പുണ്ണിയുടെ കല്യാണമല്ല, നാളെ അപ്പുണ്ണിയുടെ എൻഗേജ്മെൻ്റ് ആണ്. നമ്മൾ അപ്പുണ്ണിയുടെ എൻഗേജ്മെൻറ്റ് പരിപാടികളൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യും. അവിടുത്തെ പരിപാടികൾ ഒക്കെ നമ്മൾ ഷൂട്ട് ചെയ്യും. അപ്പോൾ ഞാൻ ഇനി വീട്ടിൽ പോയിട്ട് കുറച്ചേരം കിടന്ന് ഉറങ്ങട്ടെ. ഉറങ്ങി എണ്ണിച്ചിട്ട് നമുക്ക് നാളെ രാവിലെ കാണാം. ഓക്കെ.